ഹായ് ഹലോ എല്ലാവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഇതൊരു വലിയ ടോപ്പിക്കിൽ ഉപദ്വീപീയ പീഠഭൂമി അഥവാ പെനിൻസുലാർ പ്ലേറ്റോയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ നമുക്കറിയാം. PSC പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ. നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു അല്ലേ. ഒന്നാമത്തത് ഉത്തരപർവ്വത മേഖല, രണ്ടാമത്തത് ഉത്തരമഹാസമതലം, മൂന്നാമത്തത് ഉപദ്വീപീയ പീഠഭൂമി, നാലാമത്തത് തീരപ്രദേശം, പിന്നെ ദ്വീപുകൾ. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ പലതായിട്ട് നമുക്ക് തിരിക്കാം. അതിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം. പെനിൻസുലാർ പ്ലേറ്റോ അഥവാ ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂപ്രകൃതി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാലും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാലും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇത് രണ്ടും പ്രീവിയസ് ആണ്. ഏറ്റവും വലുതാണ്, ഏറ്റവും പഴക്കം ചെന്നതുമാണ്, ഓൾഡസ്റ്റ് ആണ്. ഇത് രണ്ടിന്റെ ആൻസർ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ഉയരത്തിലുള്ള പീഠഭൂമി എന്ന് ചോദിച്ചാൽ ലഡാക്കാണ്. ഏറ്റവും വലിയ പീഠഭൂമി നമുക്കറിയാം ഡക്കാൻ പീഠഭൂമിയാണ്. അപ്പൊ ഇന്ത്യയുടെ ഉയരത്തിലുള്ള പീഠഭൂമി ചോദിച്ചാൽ ഏതാണ്? അത് ലഡാക്കാണ്, ഉയരത്തിലുള്ള പീഠഭൂമി. ലഡാക്കിന് വേറൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. എന്താണ്? ഇന്ത്യയുടെ തണുത്ത മരുഭൂമി, അതും ലഡാക്കാണ് ആൻസർ. അപ്പോൾ ഉയരത്തിലുള്ള പീഠഭൂമി ലഡാക്കാണ്, തണുത്ത മരുഭൂമിയും ലഡാക്കാണ്. കേരളത്തിലെ ഏറ്റവും വലുതും ഉയരത്തിലുള്ളതുമായിട്ടുള്ള പീഠഭൂമി അത് വയനാട് പീഠഭൂമിയാണ്. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് വയനാട് പീഠഭൂമി. കേരളത്തിൽ ഒരു പീഠഭൂമി ഉണ്ട്, ഇല്ല എന്ന് പറയരുത്. ആ പീഠഭൂമിയുടെ പേര് വയനാട് പീഠഭൂമിയാണ്. ഈ വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലുതും കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ളതുമായ പീഠഭൂമി. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് തന്നെ പോവാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏതാ? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം. അത് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, അത് റിപ്പീറ്റേഷൻ വന്നതാണ്. അപ്പൊ ഇവിടെ ആ ചിത്രം നിങ്ങളൊന്ന് നോക്കൂ. ഇങ്ങനെ ഇതാണ് അല്ലെ. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഉപദ്വീപീയ പീഠഭൂമി അഥവാ പെനിൻസുലാർ പ്ലേറ്റോയിൽ വരുന്നത്. അപ്പൊ നോക്കൂ, അതിന്റെ വലിപ്പം തന്നെ നോക്കൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം എന്ന് നമുക്കിതിൽ കാണാൻ സാധിക്കും അല്ലെ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഇതിനകത്ത് വരുന്നതാണ് ഏത്? ഡക്കാൻ പ്ലേറ്റോ. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് ചോദിച്ചാൽ ഡക്കാൻ പീഠഭൂമിയാണ്. ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചാൽ ഡക്കാൻ പീഠഭൂമിയാണ്. ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാൽ അതും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി ചോദിക്കുമ്പോൾ അത് ലഡാക്കാണ്. അടുത്ത് കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി വയനാട് പീഠഭൂമിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം നമ്മൾ നേരത്തെ കണ്ടതാണ്, അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെയാണ്. യെസ്, ഇവിടെ പറഞ്ഞാൽ ശ്രദ്ധിക്കുക. രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നുണ്ട്. അത് ഒന്ന് ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം. രണ്ടാമത്തെ പ്രീവിയസ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രകൃതി വിഭാഗം. രണ്ടിൻ്റെ ആൻസർ ഇതാണ്, ഉപദ്വീപീയ പീഠഭൂമി. ഏറ്റവും വലിയ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞു, ഏറ്റവും പഴക്കം ചെന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും പഴക്കം കുറവുള്ള
യങ്ങസ്റ്റ് ആയിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലമാണ്. അവസാനം രൂപം കൊണ്ടത് അതാണല്ലോ. നമ്മൾ കഴിഞ്ഞ SCERT പഠിച്ചിട്ടുണ്ട്, 10ാം സ്റ്റാൻഡേർഡിലെ പുസ്തകത്തിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഈ ഉത്തര മഹാസമതലം രൂപം കൊണ്ടത് എങ്ങനെയെന്ന്, അല്ലെ? അതായത് ഇന്ന് പർവ്വത പ്രദേശമായി ഹിമാലയ പർവ്വതം അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല സ്ഥിതി ചെയ്യുന്ന ആ മേഖല, പ്രത്യേകിച്ചും ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്ന ആ മേഖല പണ്ട് ഒരു മഹാസമുദ്രമായിരുന്നു, അല്ലെ? ആ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടില് 2 ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. തെതിസ് എന്ന് പറയുന്ന മഹാസമുദ്രം 2 ഫലകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി. ആ ഫലകങ്ങളുടെ പേര് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവുമാണ്. സ്വാഭാവികമായും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഫലകങ്ങൾ ഭീമാകാരങ്ങളാണ്. ആ സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു. അങ്ങനെ സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നപ്പോൾ ഒരു പർവ്വതം രൂപം കൊണ്ടു, ഒരു മടക്ക് പർവ്വതം രൂപം കൊണ്ടു. അതാണ് ഹിമാലയ പർവ്വതം, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പോൾ അങ്ങനെ ഈ ഒരു പർവ്വതം ഉയർന്നു വന്നപ്പോൾ ഈ പർവ്വതത്തിന്റെ തൊട്ട് തെക്ക് കിടക്കുന്ന ഭാഗം അതൊരു മഹാഗർത്തമായി മാറി. 100 കണക്കിന് കിലോമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള ഒരു മഹാഗർത്തമായി മാറി. ആ മഹാഗർത്തം എങ്ങനെ നികന്നു വന്നു എന്ന് ചോദിച്ചാൽ ഈ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന നല്ല ഡെപ്പോസിറ്റുകൾ, അതായത് അവസാദങ്ങൾ എന്ന് പറയും, അത് ഇവിടെ നിക്ഷേപിച്ച് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വർഷങ്ങളായിട്ട്, ഇതൊക്കെ സംഭവിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്, അങ്ങനെ വർഷങ്ങളായിട്ട് ഇത് ഈ അവസാദങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ഭീമാകാരങ്ങളായ ഗർത്തം എന്ത് ചെയ്തു? നിവന്നു. അത് നേരെയായി, അതായത് ഭൂമിക്ക് തുല്യമായി വന്നു. ഇങ്ങനെ രൂപം കൊണ്ടതാണ് ഉത്തര മഹാസമതലം. അപ്പോ നമ്മൾ ഈ പറഞ്ഞ ബാക്കിയൊക്കെ രൂപം കൊണ്ടതിന് ശേഷമാണ് ഉത്തര മഹാസമുദ്രം രൂപം കൊണ്ടത്. അതുകൊണ്ട് ആ ചോദ്യം പ്രസക്തമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ക്ലിയർ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. നമ്മൾ പറഞ്ഞു ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു പൊസിഷൻ, അതിന്റെ സ്ഥാനം എവിടെയാണ്? അതായത് ഉത്തരമഹാസമതലത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് വരും. ഉത്തരമഹാസമതലത്തിന്റെ തെക്ക് ഭാഗം, ഉദാഹരണത്തിന് ഇന്ത്യ, ഏകദേശം ഇന്ത്യ ഇവിടെയാണല്ലോ ഏതാണ്ട് നമ്മുടെ ഉത്തര മഹാസമതലം സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? നമ്മൾ നേരത്തെ കണ്ട ഈ ഭാഗത്തായിട്ടാണ് ഏതാണ്ട് എന്ത് വരുന്നത്? നമ്മളിപ്പോ പഠിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമി വരുന്നത്. അപ്പോ ഇത് ഉത്തര മഹാസമതലം, അതിന്റെ തെക്ക് ഭാഗം. അപ്പൊ ഇവിടെ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒന്നാമത്തെ പൊസിഷൻ പറഞ്ഞു, ഉത്തര മഹാസമതലത്തിന്റെ തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്നു. ഇനിയോ പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് പശ്ചിമഘട്ടം, ഇതാണ് പൂർവഘട്ടം. പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയ്ക്കാണ് ഉപദ്വീപീയ പീഠഭൂമി. സ്ഥാനം മനസ്സിലായി? അപ്പോ ഉപദ്വീപീയ പീഠഭൂമി ഉത്തരമഹാസമതലത്തിന്റെ തെക്ക്, പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നു. ക്ലിയർ? അടുത്ത് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി. ഈ വിസ്തൃതിയെ പറ്റി മാറി വന്ന 9th സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്, അതിലെ ജോഗ്രഫി പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാറി വന്ന 9ാം സ്റ്റാൻഡേർഡിലെ ജോഗ്രഫി പുസ്തകത്തില് ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി വ്യക്തമായി പറയുന്നുണ്ട്. ആ ഡാറ്റയാണിത്, അതൊന്ന് ശ്രദ്ധിച്ചോളണം. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമി 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി. മോശമൊന്നുമല്ല, 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ വിസ്തൃതി നമുക്കറിയാം, 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്, 38,000. ഇത് 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോ ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഉപദ്വീപീയ പീഠഭൂമിയെ 2ആയി തിരിക്കുന്ന ഒരു നദിയുണ്ട്, അത് പ്രീവിയസ് ചോദ്യമാണ്. ഏത് നദിയാണ്
ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. ആ നദിയുടെ പേര് നർമ്മദാ നദിയാണ്. അപ്പൊ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു നദിയാണ് ഏത്? നർമ്മദാ നദി. നർമ്മദാ നദിയെ പറ്റി നമുക്കറിയാം. എന്തൊക്കെയാണ് നർമ്മദാ നദിയെ പറ്റി പറയുന്നത്? നർമ്മദ മാത്രമല്ല, അവിടെ ഒരു ചോദ്യമുള്ളത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നർമ്മദയും താപ്തിയുമാണ്. അല്ലെ, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ നർമ്മദയും താപ്തിയുമാണ്. ഈ രണ്ട് നദികൾക്കും വീണ്ടും ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികൾ എന്ന് ചോദിച്ചാലും നർമ്മദയും താപ്തിയുമാണ്. ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികൾ നർമ്മദയും താപ്തിയുമാണ്. അപ്പോ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ നർമ്മദ, താപ്തി. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെന്ന് ചോദിച്ചാലോ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി. പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പ്രധാനപ്പെട്ട കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാ? ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പ്രധാനമായും നർമ്മദ, താപ്തി. നമ്മുടെ 41 നദികളിലും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നതെങ്കിലും നർമ്മദയും താപ്തിയോട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നദികൾ തീരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ അത് ഉൾപ്പെടുത്തുന്നില്ല. ഇതുപോലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദി ചോദിച്ചാൽ സിന്ധു. കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികൾ ചോദിച്ചാൽ ഗംഗ, ബ്രഹ്മപുത്ര. ഈ 4 ടൈപ്പ് ചോദ്യവും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദി സിന്ധു, കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികൾ ഗംഗ, ബ്രഹ്മപുത്ര, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ നർമ്മദ, താപ്തി, കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി. ഗോദാവരിയെ പറ്റി 1-2 കാര്യം കൂടെ സംസാരിക്കണം. ഈ ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. വീണ്ടും വൃത്തഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഗോദാവരി നദിയുടെ മറ്റൊരു പ്രത്യേകത, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഗംഗയാണ്. ഗംഗ പൂർണ്ണമായും ഇന്ത്യയിലൂടെ അല്ല ഒഴുകുന്നത്, അത് ബംഗ്ലാദേശിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി, 1465 കിലോമീറ്റർ നീളം. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ രണ്ടാമത്തെ നദി ചോദിച്ചാൽ കൃഷ്ണയാണ്. നീളത്തിൽ 3-ാം സ്ഥാനത്തുള്ള നദി ചോദിച്ചാലും കൃഷ്ണയാണ്. ഇന്ത്യയിലെ നീളത്തിൽ 3-ാം സ്ഥാനത്തുള്ള നദിയും കൃഷ്ണയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളത്തിൽ 2-ാം സ്ഥാനത്തുള്ള നദി ചോദിച്ചാലും കൃഷ്ണയാണ്. കൃഷ്ണയുടെ നീളം 1400 കിലോമീറ്റർ ആണ്. ഗോദാവരിയേക്കാൾ 65 കിലോമീറ്റർ കുറവാണ് കൃഷ്ണയുടെ നീളം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ. വൃത്തഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി, അർത്ഥഗംഗ, പാതാളഗംഗ, തെലുങ്ക് ഗംഗ. ഈ 3 ചോദ്യങ്ങളും ചോദിച്ചാൽ ആൻസർ കൃഷ്ണയാണ്. അർത്ഥഗംഗ, പാതാളഗംഗ, തെലുങ്ക് ഗംഗ. ആൻസർ കൃഷ്ണ. പാതാളഗംഗ ചോദിച്ചാൽ ഓപ്ഷനിൽ സരസ്വതി വരും, നമ്മളെ പറ്റിക്കാൻ വേണ്ടി. നമ്മുടെ കണ്ണ് സരസ്വതിയിൽ ഉടക്കും. കാരണം സരസ്വതി വിസിബിൾ അല്ല, ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്ന് പറയുന്നു. അത് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ പാതാളഗംഗ എന്ന ചോദ്യം ചോദിച്ചു. കൃഷ്ണയിലേക്ക് നമ്മൾ പോകില്ല, നമ്മൾ എവിടെ പോകും? സരസ്വതിയിലേക്ക് പോകും. തെറ്റ്. അപ്പോ പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർത്ഥഗംഗ, ഇത് 3ഉം കൃഷ്ണ നദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. എന്നാൽ NCERT പുസ്തകത്തിൽ ദക്ഷിണ ഗംഗയുടെ ആൻസർ കിടക്കുന്നത് കാവേരി അല്ല, അത് ഗോദാവരിയാണ്. PSCക്ക് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നാലും മനസ്സിലൊന്ന് ഇട്ടയ്ക്കുക. NCERT ടെക്സ്റ്റില് ദക്ഷിണ ഗംഗയുടെ ആൻസർ കാവേരി അല്ല, ഗോദാവരിയാണ്. പക്ഷെ PSCക്ക് ഇതുവരെയും അങ്ങനെ ഗോദാവരി ചോദിച്ചിട്ടില്ല. പക്ഷെ NCERTയിൽ ഇങ്ങനൊരു ഡാറ്റ ഉണ്ട് എന്ന് മനസ്സിലിട്ടയ്ക്കുക. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് നമ്മുടെ പമ്പയാണ്. തിരിച്ചു വരാം. ഇപ്പൊ ഇവിടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എത്രയാണ്? 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്.
ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് തിരിക്കുന്ന നദി. നമ്മുടെ നർമ്മദ പറഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് ചാടിയത് അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് തിരിക്കുന്ന നദി നർമ്മദ നദിയാണ്. ആ നർമ്മദ നദി ഉപദ്വീപീയ പീഠഭൂമിയെ എങ്ങനെയൊക്കെയാണ് രണ്ടായി തിരിക്കുന്നത്? അതിന്റെ പേരെന്തൊക്കെയാണ്? ഒന്നാമത്തത് ഡക്കാൻ പീഠഭൂമി, രണ്ടാമത്തത് മധ്യമേടുകൾ. അതായത് നമ്മുടെ ഈ ഉപദ്വീപീയ പീഠഭൂമി ഉണ്ടല്ലോ, ഈ ഉപദ്വീപീയ പീഠഭൂമിയെ ഒരു നദി, ഈ നദി ഇങ്ങനെ വന്നിട്ട് രണ്ടായി തിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് പറയാം ഇത് ഡക്കാൻ പീഠഭൂമി എന്നും ഇത് സെൻട്രൽ ഹൈലാൻഡ്സ് അഥവാ മധ്യമേടുകൾ എന്നും പറയാം. ഈ ഭാഗം അത്രയും മധ്യമേടുകളാണ്. ചോദ്യം: ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായി തിരിക്കുന്ന നദി ഏതാണ്? നർമ്മദ നദിയാണ്. നർമ്മദ നദി ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായി തിരിക്കുന്ന രണ്ട് കഷ്ണങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തെ ഡക്കാൻ പീഠഭൂമി, രണ്ടാമത്തത് മധ്യമേടുകളുമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂപ്രകൃതി വിഭാഗം ഉത്തരമഹാസമുദ്രമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ഥാനം ചോദിച്ചാൽ ഉത്തരമഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടും പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയ്ക്കായിട്ടും വരും. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് തിരിക്കുന്ന നദിയുടെ പേരെന്താണ്? നർമ്മദ നദിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന നദി നർമ്മദ നദി. ഇനി ഈ നർമ്മദ നദി ഉപദ്വീപീയ പീഠഭൂമിയെ എങ്ങനെയൊക്കെയാണ് രണ്ടായി തിരിക്കുന്നത്? ഡക്കാൻ പീഠഭൂമി എന്നും മധ്യമേടുകളാണ്. മനസ്സിലായി കാണും അല്ലെ. അടുത്ത് നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു നർമ്മദ നദി ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഡക്കാൻ പീഠഭൂമി എന്നും രണ്ടാമത്തത് മധ്യമേടുകളെന്നും. അപ്പോ ഇവിടെ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഡക്കാൻ പീഠഭൂമിയെ കുറിച്ചാണ്. നോക്കൂ, ഡക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ഏതാണ്ട് ഇത്രയും ഭാഗമാണ് അല്ലെ. ഇതിനെയാണ് നമ്മൾ ഡക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഡക്കാൻ പീഠഭൂമി. ഈ ഡക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ത്രികോണാകൃതിയിലാണ് ഏകദേശം ഡക്കാൻ പീഠഭൂമി കാണപ്പെടുന്നത്. ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചാല് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഡക്കാൻ പീഠഭൂമി. കറക്റ്റ് ത്രികോണം അല്ലെങ്കിലും ഏതാണ്ട് ത്രികോണാകൃതിയാണ് ഡക്കാൻ പീഠഭൂമി. അപ്പൊ ഡക്കാൻ പീഠഭൂമി ത്രികോണാകൃതിയിലാണ് ഡക്കാൻ പീഠഭൂമി. അതാണ്ട് ഈ ഭാഗത്തൂടെയാണ് നർമ്മദ നദി ഇങ്ങനെ ഒഴുകുന്നത്. നർമ്മദ നദി. അപ്പൊ ഇതിനപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സെൻട്രൽ ഹൈലാൻഡ്സിലേക്ക് പോകും, മധ്യമേടുകളിലേക്ക് പോകും. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ത്രികോണാകൃതി വരുന്നില്ലേ? വരുന്നുണ്ട്. ഏതാണ്ട് ത്രികോണാകൃതി. കറക്റ്റ് ത്രികോണാണെന്ന് പിന്നെ ട്രയാങ്കിൾ ഷേപ്പാണെന്ന് വെച്ചാലല്ല, എന്നാലും ത്രികോണാകൃതിയാണ്. അപ്പോ ലോകത്തില് ത്രികോണാകൃതിയിലുള്ള ഒരേ ഒരു പീഠഭൂമിയേ ഉള്ളൂ, ഡക്കാൻ പീഠഭൂമിയാണ്. ലോകത്തില് ത്രികോണാകൃതിയിലുള്ള ഒരേ ഒരു പീഠഭൂമിയേ ഉള്ളൂ, ഡക്കാൻ പീഠഭൂമിയാണ്. ഈ ഭൂമിയില് ലോകത്തില് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു സമുദ്രമുണ്ട്. അത് പസഫിക് സമുദ്രമാണ്. ത്രികോണാകൃതിയിലുള്ള സമുദ്രം പസഫിക് സമുദ്രമാണ്. ഈ ലോകത്തില് ഒരു ഭൂരൂപം ത്രികോണാകൃതിയാണ്. അത് നദീ ഡെൽറ്റകളാണ്. ലോകത്തിലെ എല്ലാ നദീ ഡെൽറ്റകളും ത്രികോണാകൃതിയായിരിക്കും. ഡെൽറ്റകളെല്ലാം ത്രികോണാകൃതിയാണ്. ഇനി ത്രികോണാകൃതിയിലുള്ള ഒരു ഡെസർട്ട് ഉണ്ട്, ഒരു മരുഭൂമിയുണ്ട്. അതിൻ്റെ പേര് നെഗേവ് എന്നാണ്. ത്രികോണാകൃതിയിലുള്ള ഒരു മരുഭൂമി നെഗേവ്. ഇതൊന്നും ഇതിനകത്ത് വരുന്നതല്ല, ഞാൻ കണക്ട് ചെയ്ത് പറയുന്നതാണ്. നെഗേവ്. ഈ നെഗേവ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലിലാണ്. അപ്പൊ ത്രികോണാകൃതിയിലുള്ള എന്തൊക്കെ പറഞ്ഞു? ലോകത്തിലെ ഒരേ ഒരു പീഠഭൂമി മാത്രമേ, പ്ലേറ്റ്യൂ മാത്രമേ എന്തായിട്ടുള്ളൂ? ത്രികോണാകൃതിയായിട്ടുള്ളൂ. അത് നമ്മുടെ ഡക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഒരേ ഒരു സമുദ്രം ഏതാണ്ട് ത്രികോണാകൃതിയിലുണ്ട്, പസഫിക് മഹാസമുദ്രം. ലോകത്തില് ഒരു ഡെസർട്ട്, ഒരു മരുഭൂമി ത്രികോണാകൃതിയിലുണ്ട്. അതിൻ്റെ പേര് നെഗേവ് മരുഭൂമി എന്നാണ്. അത് ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ലോകത്തിലെ എല്ലാ നദീ ഡെൽറ്റകളും, അതായത് ഒരു നദി ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുവരുന്നു, ആ അവശിഷ്ടങ്ങളെല്ലാം ആ നദി സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് കരയിൽ നിക്ഷേപിക്കുന്നു. സമുദ്രത്തിനും അഥവാ കായലിനും ഇടയ്ക്കുള്ള ആ സ്ഥലത്ത് നിക്ഷേപിക്കുന്നു. അങ്ങനെ വർഷങ്ങളായി നിക്ഷേപിച്ചിട്ടാണ് അത് എന്തായി മാറുന്നത്? ഒരു വലിയ ഡെൽറ്റയായി മാറുന്നത്, ഫോം ചെയ്യുന്നത്. അങ്ങനെ എല്ലാ നദീ ഡെൽറ്റകളും ഏതാണ്ട് ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും.
ഓക്കെ, അടുത്ത് നോക്കാം. അപ്പോൾ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയുടെ ഒരു സ്ഥാനം നമുക്ക് നോക്കാം, അതിരുകൾ നോക്കാം. ഒന്ന്, പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയ്ക്ക് തന്നെയാണ്. ഇതാ കണ്ടോ, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടത്തിനും ഇടയ്ക്കാണ് ഡക്കാൻ പീഠഭൂമി. ഇനി വടക്കേ അതിര് ഏതെന്ന് ചോദിച്ചാൽ സാത്പുര പർവ്വതനിരയാണ്. ഏതാണ് വടക്കേ അതിര്? സാത്പുര പർവ്വതനിര. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഡക്കാൻ പീഠഭൂമിയുടെ രണ്ട് അതിർത്തികൾ, അതായത് പടിഞ്ഞാറേ അതിരും കിഴക്കേ അതിരും ചോദിച്ചാൽ പടിഞ്ഞാറേ അതിര് പശ്ചിമഘട്ടവും കിഴക്കേ അതിര് പൂർവ്വഘട്ടവുമാണ്. പിന്നെ വടക്കേ അതിര് ചോദിക്കുമ്പോൾ സാത്പുര പർവ്വതങ്ങളാണ്. ഇന്ത്യയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് പർവ്വതങ്ങളാണല്ലോ. ഏതൊക്കെ? വിന്ധ്യ പർവ്വതവും സാത്പുര പർവ്വതവും. ഇതിൽ സാത്പുര പർവ്വതമാണ് നമ്മുടെ ഡക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിര്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏതെന്ന് ചോദിച്ചാൽ ഡക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാണല്ല, അത് വേറെ, അത് ടിബറ്റ് എന്നോ പാമീർ എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ചോദിച്ചാൽ അത് ഡക്കാൻ പീഠഭൂമിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഡക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന ആ മേഖല ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രകൃതി വിഭാഗമാണല്ലോ അത്. അപ്പൊ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ എന്ത് ഉണ്ടായിരുന്നിരിക്കണം? അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. ലാവാ പീഠഭൂമിയാണെന്നാണ് പറഞ്ഞത്. അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അഗ്നിപർവ്വതങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അഗ്നിപർവ്വതങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി ഒഴുകുമായിരുന്നു. അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ സജീവമായ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം ആയിരിക്കണം നമ്മുടെ ഈ ഡക്കാൻ പീഠഭൂമി. അതുകൊണ്ടാണ് അന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ അഗ്നിപർവ്വതങ്ങൾ പൊട്ടി ലാവ പരന്നൊഴുകി അവിടെ എന്തായി മാറി? കറുത്ത മണ്ണ് രൂപം കൊണ്ടു. ഈ മേഖലയൊക്കെ കറുത്ത മണ്ണാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡക്കാൻ പീഠഭൂമിയെ ലാവാ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലാവാ പീഠഭൂമി, ഇന്ത്യയിലെയും ഏറ്റവും പഴക്കം ചെന്ന ലാവാ പീഠഭൂമി, ഏഷ്യയിലെയും ഏറ്റവും പഴക്കം ചെന്ന ലാവാ പീഠഭൂമി. ആൻസർ ഡക്കാൻ പീഠഭൂമിയാണ്. അപ്പോൾ അവിടെ ലാവാ പീഠഭൂമി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ക്ലിയർ ആയി കാണും അല്ലെ? അടുത്ത് നോക്കിക്കോളൂ. ഡക്കാൻ പീഠഭൂമിയിലൂടെ ചില റിവേഴ്സ്, ചില നദികൾ ഒഴുകുന്നുണ്ട്. ആ നദികൾ ഏതെന്നൊക്കെ? ഒന്നാമത്തത് ഗോദാവരി നദിയാണ്. ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു നദി ഗോദാവരി. രണ്ടാമത്തത് കൃഷ്ണ നദിയാണ്. പിന്നെ മഹാനദിയുണ്ട്, കാവേരിയുണ്ട്, വേറെ ധാരാളം നദികളുണ്ട്. അപ്പൊ ഇതൊക്കെ, ഈ നദികളൊക്കെ ഒഴുകുന്നത് ഡക്കാൻ പീഠഭൂമിയിലൂടെയാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാ? ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? ഡക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ട്രയാങ്കിൾ ഷേപ്പിലിരിക്കും അല്ലെ? പിന്നെ ഇത് എവിടെയാണ് ഇതിന്റെ സ്ഥാനം? പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് ഇതിന്റെ സ്ഥാനം. ഇനി വടക്കാണെങ്കിലോ ഇതിന്റെ അതിര് ഏതാണ്? വടക്ക് സാത്പുര പർവ്വതനിരയാണ്. ദെൻ അടുത്ത് പറഞ്ഞ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി എന്ന് ചോദിച്ചാൽ നമ്മുടെ ഡക്കാൻ പീഠഭൂമിയാണ്. ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ചില റിവേഴ്സ് ഉണ്ട്. ആ നദികളാണ് ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി തുടങ്ങിയവ. സെറ്റല്ലേ? ഈ ഇത്രയും നദികളൊക്കെ ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്നു നമ്മൾ കണ്ടു. എന്നാൽ ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഗോദാവരിയാണ്. ഗോദാവരിയുടെ നീളം എത്ര? 1465. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാലും ഗോദാവരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാലും ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാലും ഗോദാവരിയാണ്. ഇന്ത്യയിലെ നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള നദി ചോദിച്ചാലും ഗോദാവരി നദിയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളണം. മനസ്സിലായല്ലോ? ഒറ്റ ആൻസർ ഗോദാവരി. ഗോദാവരിയുടെ ലെങ്ത് എത്രയാ? 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം. ഇന്ത്യയിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഈ ഡക്കാൻ പീഠഭൂമിയാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ കാരണവും പറഞ്ഞു അല്ലെ? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലുമൊക്കെ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടി ഒഴുകി, ലാവ പരന്നൊഴുകി, അത് തണുത്തുറഞ്ഞ് ഇന്നത്തെ കറുത്ത മണ്ണായി മാറി. ഡക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന മേഖലയ്ക്ക് പറയുന്ന പേരാണ് ഡക്കാൻ ട്രാപ്പ് എന്നോ ഡക്കാൻ ട്രാപ്പ് മേഖല എന്നോ പറയും. ഡക്കാൻ പീഠഭൂമി പൊതുവെ നോക്കിയാൽ ഒരു ബ്ലാക്ക് സോയിൽ ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഡക്കാൻ പീഠഭൂമിയിൽ ഈ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ഒരു മേഖലയുണ്ട്. അതിന് പറയുന്ന പേരാണ് ഡക്കാൻ ട്രാപ്പ്.
ഡക്കാൻ ട്രാപ്പ് മേഖല. ഈ ഡക്കാൻ ട്രാപ്പ് മേഖല പ്രധാനമായിട്ടും വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ, ഏറ്റവും കൂടുതൽ ഡക്കാൻ ട്രാപ്പ് മഹാരാഷ്ട്രയിലാണ്. പിന്നെ ഗുജറാത്തിന്റെ കുറച്ച് ഭാഗത്തും ഡക്കാൻ ട്രാപ്പ് ഉണ്ട്. ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി നടക്കുന്നത്, ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി നടക്കുന്നത്. പരുത്തി കൃഷിക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സോയിൽ എന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണാണ്. കരിമ്പ് കൃഷിക്കും ബെസ്റ്റാണ് കറുത്ത മണ്ണ്. അവിടെ വേറൊരു ചോദ്യം കിടപ്പുണ്ട്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന അഥവാ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന താലൂക്ക് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്ക്. അപ്പൊ കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാട്, താലൂക്ക് ചോദിച്ചാൽ ചിറ്റൂര്. ഈ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഡക്കാൻ ട്രാപ്പ് മേഖല, നമ്മൾ പറഞ്ഞു അല്ലെ. അടുത്ത, അപ്പൊ നമ്മുടെ മഹാരാഷ്ട്ര, ഗുജറാത്തിന്റെ കുറെ ഭാഗത്തെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഡക്കാൻ ട്രാപ്പ് എന്ന്. ഡക്കാൻ ട്രാപ്പ് മേഖല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്നത് ഈ ഡക്കാൻ ട്രാപ്പ് മേഖലയിലാണ്. നമ്മൾ കണ്ടു അത് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഗോദാവരിയുടെ നീളം എത്ര? 1465 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ കറുത്ത മണ്ണ് കൂടുതൽ കാണപ്പെടുന്നത് ഡക്കാൻ പീഠഭൂമിയിലാണ്. ഡക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ഡക്കാൻ ട്രാപ്പ് മേഖലയിലാണ്. ഡക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്ന പ്രധാന സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര ഏതാണ്ട് ഫുള്ളും അതാണ്. പിന്നെ ഗുജറാത്തിന്റെ ചില ഭാഗങ്ങൾ. ഈ പ്രദേശത്തെയാണ് നമ്മൾ ഡക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്നത് ഈ ഡക്കാൻ ട്രാപ്പ് മേഖലയിലും ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഉപദ്വീപീയ പീഠഭൂമിയെ ഏതോ ഒരു നദി രണ്ടായിട്ട് തിരിക്കും. ഏതാണ് നദി? നർമ്മദ. ആ രണ്ടായിട്ട് തിരിക്കുന്ന ഏതൊക്കെയാണ്? ഒന്നാമത്തെ പാർട്ട് ഡക്കാൻ പീഠഭൂമി, രണ്ടാമത്തത് മധ്യമേടുകൾ അഥവാ സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയും. ഡക്കാൻ പീഠഭൂമി നമ്മൾ കണ്ടു. ഇനി നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഏതാണ്? സെൻട്രൽ ഹൈലാൻഡ്സ് ആണ് നോക്കേണ്ടത്. നോക്കൂ, സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്. മധ്യമേടുകളിൽ ഉൾപ്പെടുന്ന പ്രധാന പീഠഭൂമികൾ ഏതൊക്കെയാണ്? മധ്യമേടുകളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പീഠഭൂമികൾ. മധ്യമേട് എന്ന് പറയുന്ന ഒരു വിശാലമായ പ്രദേശമാണ്. ആ വിശാലമായ പ്രദേശത്ത് ചെറിയ 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 പീഠഭൂമികളുണ്ട്. അത് ഏതൊക്കെയാണ്? നോക്കൂ, ഒന്നാമത്തെ മാൾവ പീഠഭൂമിയാണ്. രണ്ടാമത്തത് ബുന്ദേൽഖണ്ഡ് പീഠഭൂമിയാണ്. മൂന്നാമത്തത് ഫാഗേൽഖണ്ഡ് പീഠഭൂമിയാണ്. അടുത്തത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പൊ ഈ മധ്യമേടുകളിൽ പ്രധാനമായിട്ടൊരു 4 പീഠഭൂമികൾ എക്സ്ട്രാ ഉണ്ട്. ഡക്കാൻ പീഠഭൂമി താഴെയാണ്, നമ്മൾ കണ്ടു. ഇതാണ് ഡക്കാൻ പീഠഭൂമി. മധ്യമേടുകൾക്കകത്ത് ഒരു 4 പ്രധാനപ്പെട്ട പീഠഭൂമികളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് മാൾവ പീഠഭൂമി, രണ്ടാമത്തത് ബുന്ദേൽഖണ്ഡ് പീഠഭൂമി, അടുത്തത് ഫാഗേൽഖണ്ഡ് പീഠഭൂമി, അടുത്തത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. മാൾവ, ബുന്ദേൽഖണ്ഡ്, ഫാഗേൽഖണ്ഡ്, ഛോട്ടാ നാഗ്പൂർ. മധ്യമേടുകളിലെ ഏറ്റവും വലിയ ഭാഗം ചോദിച്ചാൽ മാൾവയാണ്. ആ ചോദ്യം തിരിച്ചും ചോദിക്കാം. മധ്യമേടുകളിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചാൽ മാൾവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി മാൾവ എന്നല്ല, മധ്യമേടുകളിലെ ഏറ്റവും വലിയ പീഠഭൂമി മാൾവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ഈ മേഖലയിൽ പെടുന്ന ഈ 4 പീഠഭൂമികളിൽ വെച്ച് ഏറ്റവും വലിയ പീഠഭൂമി മാൾവ പീഠഭൂമിയാണ്. മധ്യമേടുകളുടെ തെക്കേ അതിർത്തി ചോദിച്ചാൽ വിന്ധ്യ പർവ്വതമാണ്. അതായത് ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വരുന്നതാണ് വിന്ധ്യ പർവ്വതം. തെക്കേ അറ്റത്തെ അതിര്. മധ്യമേടുകളുടെ തെക്കേ അതിർത്തി ചോദിച്ചാൽ വിന്ധ്യ പർവ്വതം. അപ്പൊ നമ്മൾ മധ്യമേടുകളെ പറ്റി ഇപ്പൊ പറഞ്ഞെന്താ? മധ്യമേടുകളിൽ പ്രധാനമായും കാണപ്പെടുന്ന പീഠഭൂമികൾ ഏതെല്ലാം? മാൾവ പീഠഭൂമി, ബുന്ദേൽഖണ്ഡ് പീഠഭൂമി, ഫാഗേൽഖണ്ഡ് പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇതൊക്കെ മധ്യമേടുകളിൽ വരുന്നതാണ്. മധ്യമേടുകളിലെ ഏറ്റവും വലിയ ഭാഗം ചോദിച്ചാൽ അത് മാൾവയാണ്. ഏറ്റവും വലിയ ഭാഗം മാൾവ. മധ്യമേടുകളുടെ തെക്കേ അതിർത്തി ഏതാണ്? വിന്ധ്യ പർവ്വതമാണ് തെക്കേ അതിർത്തി. മധ്യമേടുകളിലൂടെ ഒഴുകുന്ന നദികൾ ഏതെല്ലാം? നമ്മൾ ഡക്കാൻ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞു ഡക്കാനിലൂടെ ഒഴുകുന്ന നദികൾ. ഡക്കാനിലൂടെ ഒഴുകുന്ന നദികൾ ഡക്കാനിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഒന്ന് ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി. ഇവിടെ മധ്യമേടുകളിലൂടെ ഒഴുകുന്ന നദികള് ചമ്പല്, ബെത്വ, കെന്ന്, സോൺ, ദാമോദർ, സുവർണരേഖ എറ്റ്സെട്ര. കുഞ്ഞു നദികൾ വേറെയുണ്ട്.
അപ്പോൾ മധ്യമേടുകളിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് ചമ്പല്, ബെത്വ, കെന്ന്, സോണ്, ദാമോദർ, സുവർണരേഖ തുടങ്ങിയവ. രണ്ടും തിരിഞ്ഞു പോണ്ട. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികൾ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഇവിടെ മധ്യമേടുകളിലൂടെ ഒഴുകുന്നത് ചമ്പല്, കെന്ന്, ബെത്വ, സോൺ, ദാമോദർ, സുവർണരേഖ. ക്ലിയർ ആയല്ലോ? തിരിഞ്ഞു പോകരുത്, ചോദിച്ചിട്ടുണ്ട്. യെസ്. മാൾവ പീഠഭൂമിയെയും ഡക്കാൻ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി ഈ ചോദിച്ചാലും നർമ്മദ നദി തന്നെയാണ്. മധ്യമേടുകളെയും നമ്മുടെ ഏറ്റവും വലിയ പീഠഭൂമിയായ ഡക്കാൻ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്നതും നർമ്മദ തന്നെയാണ്. ഇവിടെ ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നത്, ഈ മാൾവ പീഠഭൂമിയെയും, അതായത് നമ്മുടെ മധ്യമേടുകളിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി, മാൾവ പീഠഭൂമിയെയും ഡക്കാൻ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി ചോദിച്ചാലും ഏത് തന്നെയാണ്? നർമ്മദ നദി തന്നെയാണ്. ദെൻ മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിര് ചോദിച്ചാൽ ആരവല്ലി പർവ്വതമാണ്. ആരവല്ലി ഏതിന്റെ? മാൾവ പീഠഭൂമിയുടെ വടക്കേ അതിര്, വടക്ക് പടിഞ്ഞാറേ അതിര് ഏതാണ്ട് ഇങ്ങനെ സ്ഥിതി ചെയ്യും അല്ലെ? ഈ അതിര് ഏത് എന്ന് ചോദിച്ചാൽ അത് ആരവല്ലി. ആരവല്ലിയെ പറ്റി അറിയാലോ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരയാണ് ആരവല്ലി. ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദിയാണ് ലൂണി. ലൂണി നദിയുടെ പ്രത്യേകത എന്താ? ഉത്ഭവസ്ഥാനത്ത് ലൂണി അറിയപ്പെടുന്നത് സാഗർ മതി എന്നാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ലവണ നദി ചോദിച്ചാൽ അത് ലൂണിയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കരബന്ധിത നദി ചോദിച്ചാൽ ലൂണിയാണ്. ഈ ലൂണിയുടെ ഉത്ഭവം നമ്മൾ ഈ പറഞ്ഞ ആരവല്ലി പർവ്വതത്തിൽ നിന്നാണ്. ആരവല്ലി ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരയാണ് ആരവല്ലി. ആരവല്ലി ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ടങ്ങ് ഡൽഹി വരെ പോകുന്നുണ്ട്. ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഡൽഹി വരെ ആരവല്ലി പോകുന്നുണ്ട്. ഡൽഹിയിൽ ഈ ആരവല്ലിയുടെ ഒരു ചെറിയ കുന്നിലാണ് രാഷ്ട്രപതി ഭവൻ നിർമ്മിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ആരവല്ലിയുടെ ഒരു ഭാഗത്താണ്, ഒരു കുന്നിലാണ് രാഷ്ട്രപതി ഭവൻ നിർമ്മിച്ചിരിക്കുന്നത്. അത് ഓർമ്മ വേണം. ആ കുന്നിന്റെ പേരൊന്ന് ഓർമ്മിച്ച് വെച്ചോ. യെസ്. അത് നോക്കിക്കൊള്ളൂ. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. മറക്കണ്ട, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. എന്നാൽ നമ്മൾ ഉത്തരമഹാസമതലം പഠിച്ചപ്പോൾ അവിടെ പഠിച്ചു ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം, അത് ഉത്തരമഹാസമതലം. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയുടെ ധാന്യ കലവറ ഭൂപ്രകൃതി വിഭാഗം ഉത്തരമഹാസമതലം. ഇന്ത്യയുടെ ധാന്യ കലവറ സംസ്ഥാനം പഞ്ചാബ്. ഇവിടെ ഇന്ത്യയുടെ ധാതു കലവറ, അത് ധാന്യ കലവറ, ഇത് ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലമാണ്. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതു കലവറ. ഇനി ധാതു കലവറയെ കുറിച്ച് രണ്ട് ചോദ്യങ്ങൾ കൂടെ. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. അടുത്ത സ്ലൈഡിൽ നമ്മളത് കാണും, എന്നാലും ഒന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് പറഞ്ഞയക്കാം. ഇത് ഇവിടെ വന്നതുകൊണ്ടാണ്. അപ്പൊ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ്, സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ ആണ്. ഛോട്ടാ നാഗ്പൂർ. ക്ലിയർ? ഒന്നുകൂടെ, ധാന്യ കലവറ, ധാതു കലവറ തമ്മിലുള്ള കൺഫ്യൂഷൻ ഇപ്പം മാറും. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ക്ലിയർ ആയില്ലേ? അത് നോക്കിക്കോളൂ. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞെന്താ? മധ്യമേടുകളിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതെല്ലാം? ചമ്പല്, ബെത്വ, കെന്ന്, സോണ്, ദാമോദർ, സുവർണരേഖ.
മാൾവ പീഠഭൂമിയെയും ഡക്കാൻ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി നർമ്മദ നദിയാണ്. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറേ അതിര് ആരവല്ലി പർവ്വതനിരയാണ്. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം നമ്മൾ നേരത്തെ കണ്ടു, ജാർഖണ്ഡ് അല്ലെ. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയുമാണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ആൾ ദി ബെസ്റ്റ്. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.